ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനഘയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിൽ തന്നെ തുടരുകയായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് അഭിയാണെങ്കിൽ വളരെ സന്തോഷവാനാണ് കേട്ടോ. കാരണം താൻ ചെയ്ത തെറ്റ് ആദർശേട്ടനിൽ ചുമത്തുകയും അതുപോലെ തന്നെ ആദർശേട്ടൻ എല്ലാവരുടെ മുൻപിൽ അപമാനിതനായി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് അഭിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കേട്ടോ. ആദർശിനെക്കാട്ടിലും ഒരുപടി മുന്നിൽ എപ്പോഴും അനന്തപുരിയിൽ അഭി ഉണ്ടാകണമെന്ന് അഭി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ആദർശിന് കിട്ടുന്നതെല്ലാം അഭിക്ക് വേണമെന്നും അങ്ങനെ ആദർശിൻ്റെ എല്ലാ സ്ഥാനങ്ങളും തട്ടിയെടുക്കണമെന്നും ആഗ്രഹിച്ച അഭിയാണെങ്കിൽ അവസാനം ഈ ഒരു കളിയിൽ ജയിക്കുകയാണ് കേട്ടോ. താൻ ചെയ്ത തെറ്റ് ആദർശിൻ്റെ തലയിൽ ബുദ്ധിപൂർവ്വം കെട്ടിവെക്കുകയും അതെല്ലാവരും വിശ്വസിക്കുന്ന തരത്തിലാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അഭിക്ക് ഒരുപാട് സന്തോഷമാകാൻ കേട്ടോ. ഇനി അനഘേനെ ഇങ്ങനെ തന്നെ കൊല്ലുകയാണെങ്കിൽ പിന്നെ ആ ഒരു തെളിവ് പോലും അവശേഷിക്കാതെ ആ ഒരു കഥ അവിടെ അവസാനിക്കും. ഈ ജീവിതം മുഴുവൻ ചന്തുമോളുടെ അച്ഛൻ ആദർശാണെന്ന് ഈ ലോകം തന്നെ വിശ്വസിക്കും എന്നൊക്കെ വിശ്വസിച്ചിരിക്കാൻ കേട്ടോ നമ്മുടെ അഭി. എങ്കിൽ മുത്തശ്ശൻ ഒന്നും തന്നെ വിശ്വസിച്ചിട്ടില്ല കേട്ടോ. മുത്തശ്ശനാണെങ്കിൽ ഇപ്പോഴും തൻ്റെ ചെറുമകൻ അതായത് ആദർശ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് കേട്ടോ. പക്ഷേ തെളിവുകളെല്ലാം ആദർശൻ എതിരായതുകൊണ്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് കേട്ടോ മുത്തശ്ശനും. അപ്പോൾ നയനയും കാര്യങ്ങളൊക്കെ അറിയാണ് കേട്ടോ. അങ്ങനെ ആദർശ് തന്നെ ചതിക്കുമോ, അതിന് ആദർശിന് കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നയന. എങ്കിലും തെളിവുകളെല്ലാം എതിരായതുകൊണ്ട് തന്നെ നയനയ്ക്കാണെങ്കിൽ ആകെ സങ്കടമാണ് കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും അനഘയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് റിക്കവറായി വരുന്നത്. അനഘ സംസാരിക്കാനൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അനഘ സത്യങ്ങളെല്ലാം നമ്മുടെ നയനയ്ക്ക് മുൻപിൽ വെളിപ്പെടുത്തുകയാണ് കേട്ടോ. കാരണം ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു താൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. മുത്തശ്ശൻ്റെ ചെറുമകൻ ആണെന്ന് പറഞ്ഞത് ആദർശിനെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. ആദർശിൻ്റെ മകളാണ് ചന്തുവെന്നാണ് കരുതിയിരിക്കുന്നത്. നയനയുടെയും ആദർശിൻ്റെയും കുടുംബജീവിതത്തിലും അതൊരു വിഷയമായി തീരത്തില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അയ്യോ ഡോക്ടർ, ഞാൻ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, ഞാനിത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ ഏതൊക്കെയോ ഗുണ്ടകൾ എന്നെ ആക്രമിക്കാൻ വന്നു. അതിന് പിന്നിലും അഭിയായിരിക്കും. ഇങ്ങനെ ഒരുത്തനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത്. എന്നാലും ചന്തു അവൻ്റെ മകളാണെന്ന് അറിഞ്ഞിട്ടു കൂടിയും ആദർശിൻ്റെ തലയിൽ ഇത് കെട്ടിവെക്കുകയും ആദർശിനെ കുറ്റക്കാരനാക്കുകയും ചെയ്യുന്ന അവൻ്റെ ഒരു മനസ്സുണ്ടല്ലോ. അവനോട് ദൈവം ചോദിക്കും, അവനോട് പകരം ചോദിക്കാൻ നമ്മൾ ആരുമല്ല. അത് മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എങ്കിലും ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അതിനൊരു പ്രായശ്ചിത്തം ചെയ്യാനോ പശ്ചാത്തപിക്കാനോ അവൻ മുതിരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ഇങ്ങനൊരുത്തിനെ സ്നേഹിച്ചു പോയല്ലോ എന്നോർത്ത് ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ശപിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കരയാൻ കേട്ടോ. എന്നിട്ട് തൻ്റെ മകളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുകയും വേവലാതിപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ചന്തുമോളെക്കുറിച്ച് ഓർത്ത് താൻ ടെൻഷൻ അടിക്കേണ്ട. മുത്തശ്ശൻ ചന്തുമോളെ ഏറ്റെടുത്തിട്ടുണ്ട്, ദത്തെടുത്തിട്ടുണ്ട്. ഇനി അനന്തപുരിയിലായിരിക്കും അവർ വളരുക. അതുപോലെ തന്നെ എല്ലാവരും അവളെ സ്നേഹത്തോടെ കൊഞ്ചിച്ചും ലാളിച്ചും ഒക്കെ എല്ലാവരും അവളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയാണ്. താനില്ലാത്തതിന് ഒരു കുറവ് പോലും അവൾക്ക് അവിടെ വരില്ല. അതുകൊണ്ട് താൻ ആ ഒരു കാര്യം ഓർത്തിട്ട് വിഷമിക്കേണ്ട. തൻ്റെ ബോഡിയൊക്കെ ഒന്ന് ആരോഗ്യമൊക്കെ ഒന്ന് വീണ്ടെടുത്തിട്ട് താൻ തന്നെ എല്ലാം പോയി നേരിട്ട് കണ്ടറിഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ അനഘയ്ക്ക് ചെറിയൊരു ആശ്വാസമാകാണ്. എങ്കിലും എൻ്റെ ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്ന് എന്തെങ്കിലും ഒരിക്കൽ അറിയുമോ എന്ന് ഭയന്ന് അവൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അതൊക്കെ ഒന്നും സംഭവിക്കില്ല, മൂർത്തി സാർ എല്ലാം നോക്കിക്കോളും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു അവസരത്തിലായിരിക്കും അനഘയ്ക്ക് തോന്നുക സത്യങ്ങളെല്ലാം അവിടെ അറിഞ്ഞിരിക്കണം. അങ്ങനെ അഭി ചെയ്ത തെറ്റ് ആദർശിൻ്റെ തലയിൽ കെട്ടിവെച്ച് ആദർശിൻ്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് ആവില്ല എന്ന് പറഞ്ഞിട്ട് അനഘയാണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടറെ കൊണ്ട് വിളിപ്പിക്കാൻ കേട്ടോ. നമ്മുടെ നയനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാൻ കേട്ടോ. അങ്ങനെ നയന തന്നെ മുത്തശ്ശനോടും ആദർശനോടും സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ അഭി ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയണ്ട. കാരണം അഭി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അനഘനെ കൊല്ലാൻ ശ്രമിച്ചത് അഭിയാണെന്നല്ലേ പറഞ്ഞത്. ഈ പിഞ്ചു കുഞ്ഞിനെയും അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശന് സത്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കായിരിക്കും കേട്ടോ. ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മുത്തശ്ശൻ അഭിനെ ചവിട്ടി പുറത്താക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായി വീട്ടിലുള്ളവരെല്ലാവരും തന്നെ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ എല്ലാവരും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരിക്കും കേട്ടോ. കാരണം ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരിക്കും അനന്തപുരിയിൽ അരങ്ങേറുക. അങ്ങനെ ഇരിക്കുകയാണ് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് നവ്യ അവിടേക്ക് എത്തുന്നത്. അങ്ങനെ നവ്യ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആകെ തകർന്നു പോകുകയാണ് കേട്ടോ. കാരണം അഭിയുടെ ഒരു കുഞ്ഞിനെ നവ്യയും പ്രസവിച്ചിട്ടുണ്ട്. പക്ഷേ തനിക്ക് മുന്നേ അമ്മയായ ഒരു സ്ത്രീ, അഭി കാരണം അമ്മയായ ഒരു സ്ത്രീ ഉണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്ന നവ്യയ്ക്ക് ഹൃദയം തകർന്നു പോകുകയാണ് കേട്ടോ. ആ ഒരു ശാപം അഭിയും
തങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആകെ ടെൻഷനായിട്ട് നിൽക്കുമായിരിക്കും കേട്ടോ, ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ നവ്യനെ വന്ന് എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മതിയാവുന്നില്ല കേട്ടോ. തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീക്ക് സ്വന്തമാണെന്നും മറ്റൊരു സ്ത്രീയിലൊരു ആ ഭർത്താവിനൊരു കുഞ്ഞുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന നവ്യ തൻ്റെ ജീവിതം തന്നെ തകർന്നു പോയല്ലോ എന്ന് കരുതിയിട്ട് വല്ലാതെ വിഷമിക്കുന്നും വേവലാതിപ്പെടുന്നുമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അഭിയുമായിട്ട് ഒരു ജീവിതം വേണ്ട എന്നും അഭിയുമായിട്ട് ഇനി ഒത്തുപോവില്ല എന്നും ഒക്കെ പറയാണ് കേട്ടോ. ഞാൻ ഒരുപാട് പണം മോഹിച്ചും അതുപോലെ തന്നെ നല്ലൊരു ജീവിതം മോഹിച്ചും ഒക്കെയാണ് ഇവിടെ കയറി വന്നത്. പക്ഷെ പണവും അതുപോലെ തന്നെ ആഡംബര ജീവിതവും ഒന്നും അല്ല എന്നും ഇവിടെ സ്നേഹത്തിനാണ് വിലയുള്ളതെന്നൊക്കെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തിരികെ പോവുകയാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിതകാലം മുഴുവൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ജീവിച്ചോളാം. എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ഒരിക്കലും അഭിയുടെ കൂട്ടത്തിൽ ജീവിക്കണമെന്ന് ഞാൻ ഇനി ആഗ്രഹിക്കില്ല. എനിക്കതിന് കഴിയില്ല. ഇനി ഇത്രയും ഫ്രോഡ് തരം അത് ചെയ്യുന്ന അവൻ്റെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെ വിശ്വസിച്ച് ജീവിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശനും ഒരുപാട് സങ്കടമാകാണ് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എവിടേക്കും പോകുന്നില്ല, ഇത് അവൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പുലിയുടെ ഒരു കൊച്ചുമകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. ദത്തുപുത്രിയായിട്ട് അവൾ ഇവിടെ വളർന്നോട്ടെ. പക്ഷേ നിന്നെ അവൻ താലി കെട്ടിക്കൊണ്ട് ഇവിടെ വന്നതാണ്. നിന്നെ കൈവിടാൻ ഇവിടുന്ന് പടിയിറങ്ങി പോകേണ്ട ഒരുത്തനുണ്ട്. അവനെ അധികം വൈകാതെ തന്നെ ഞാൻ പടി ഇറക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അഭിനയായിരിക്കും കേട്ടോ പറയുന്നത്. അങ്ങനെ അഭിനെ പടിയിറക്കാൻ തന്നെ തീരുമാനിക്കാണ്. പക്ഷെ അതിനു മുൻപ് കുറച്ച് പാഠങ്ങൾ അവനെ പഠിപ്പിക്കണം. കുറച്ച് അവൻ വട്ട് കളിക്കട്ടെ, നമ്മളെയൊക്കെ കുറേ വട്ട് കളിപ്പിച്ചതല്ലേ എന്നെല്ലാം മുത്തശ്ശൻ പറയാൻ കേട്ടോ. കാരണം കുറേയൊക്കെ അതായത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അഭിന് കളിച്ച നാടകം മുത്തശ്ശനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കാൻ കേട്ടോ. ഇതേ സമയത്ത് നവ്യയോട് പറയുന്നുണ്ട്, മോൾ എങ്ങോട്ടും പോകുന്നില്ല, മോളുടെ വീടാണിത്, മോളും മോളുടെ കുഞ്ഞും ഇവിടെ തന്നെ താമസിക്കും, എല്ലാ അവകാശത്തോടും കൂടി എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷേ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നവ്യ ഇതെല്ലാം ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. കാരണം ആദർശമായിട്ട് വിവാഹം ഉറപ്പിച്ചതും എന്നിട്ട് വീട്ടുകാരെ എല്ലാം പറ്റിച്ച് ആദർശിൻ്റെ അനിയൻ അഭിയുടെ കൂട്ടത്തിൽ ഇറങ്ങി പുറപ്പെട്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് പൊട്ടി കരയാൻ കേട്ടോ. തൻ്റെ നല്ലൊരു ജീവിതമാണ് താൻ ഓരോ ആർത്തി കാരണം സ്പോയിൽ ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ. എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അഭി തന്നെ ഒരു സന്തോഷത്തോടെ ഒരു നോട്ടം പോലും നോക്കുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സിലാക്കി ആ ഒരു കാര്യങ്ങളും അതുപോലെ ചന്തുമോളുടെ കാര്യം എല്ലാം ആലോചിച്ച് നിറ കണ്ണുകളോടെ നിൽക്കുകയാണ് കേട്ടോ നവ്യ. അങ്ങനെ കുഞ്ഞിനെ നോക്കിയിട്ട് നവ്യ പറയുന്നുണ്ട്, ഇനി ഞാൻ ജീവിക്കില്ല, നിന്നെ ഇവർ പൊന്നു പോലെ നോക്കിക്കോളും. പക്ഷേ എൻ്റെ ജീവിതം തീർന്നു പോയി. ഇനി ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കാനാണ്? ഞാൻ പോവുകയാണ്. നിന്നെ ഇവർ സുരക്ഷിതമായിട്ട് നന്നായിട്ട് നിന്നെ വളർത്തും. എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അവൾ നിന്നെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നവ്യ മരണത്തിലേക്ക് പോകാൻ കേട്ടോ. അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നവ്യാണെങ്കിൽ ഫാനിൽ ഒരു കയറൊക്കെ കെട്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കാൻ കേട്ടോ. ഇതേ സമയത്തായിരിക്കും കുഞ്ഞ് വലിയ വായിൽ കരയുന്നുണ്ടായിരിക്കേ. കുഞ്ഞ് കരയുന്ന കേൾക്കുമ്പോൾ നയന അപ്പുറത്തെ റൂമിൽ ഉണ്ടായിരിക്കുമല്ലോ. നയനയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി അതായത് വെള്ളം കുടിക്കാനായിട്ട് രാത്രി ഇറങ്ങി വരുമ്പോഴായിരിക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. അങ്ങനെ നയന ഇതെന്താ കുഞ്ഞ് ഇങ്ങനെ കരയണേന്ന് പറഞ്ഞിട്ട് നവ്യേച്ചി ഒന്ന് വാതിൽ തുറന്നേ എന്ന് പറഞ്ഞിട്ട് എന്തിനാ കുഞ്ഞ് കരയണേ എന്ന് പറഞ്ഞിട്ട് തട്ടുകയാണ് കേട്ടോ. തട്ടിയിട്ടൊന്നും തുറക്കുന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഒച്ചത്തിൽ നയന ഇങ്ങനെ വിളിച്ചിട്ട് കൊട്ടുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നവ്യ വന്നിട്ട് കതക് തുറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ചോദിക്കുന്നുണ്ട്, എന്താണ് ചേച്ചി, എന്ത് പറ്റി, എന്തിനാ കുഞ്ഞ് കരയണേ എന്നിങ്ങനെ ചോദിച്ച് ഈ സൈഡിലേക്ക് നോക്കുമ്പോഴായിരിക്കും ഫാനിൽ കയറ് തൂക്കിയിട്ടേക്കണ കാണുന്നത്. അത് കാണുമ്പോൾ നയനയുടെ ഹൃദയം തകർന്നു പോകുകയാണ്. അങ്ങനെ നവ്യനെ രക്ഷിക്കാൻ കേട്ടോ നയന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ മരണത്തിൽ നിന്നും നവ്യ തിരികെ വരികയാണ് കേട്ടോ.